ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 14-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന റിലീസുകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 19ഓളം റിലീസുകളാണ് ഇന്നും നാളെയായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം, സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തത് ഒരു സിനിമയാണ്, ഒരു ഹിന്ദി മൂവിയാണ്, മിസ്റ്ററി ഡ്രാമ മ്യൂസിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. -31 ദ നാഗ്പൂർ ഫയൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. കൂസെ മുനിസാമി വീരപ്പൻ എന്നാണ് ഈ സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു തെലുങ്ക് സീരീസാണ്. വ്യൂഹം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റു ഭാഷകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 3 റിലീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെയായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത് ഒരു സ്പാനിഷ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡ്രാമ മൂവിയാണ്. ഫെമിലിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോട് കൂടിയൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. കിട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലാണ് ഈ ഒരു തമിഴ് സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു പേർഷ്യൻ മൂവിയാണ്. ലൈലാസ് ബ്രദേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പേർഷ്യൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഔട്ട് ഓഫ് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. രാക്ഷസ കാവ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു സീരീസാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. റീച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സീസൺ 2 ആണ്, സെക്കൻഡ് സീസൺ ആണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ഇംഗ്ലീഷ് സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മേ ബി മൾട്ടി ഓഡിയോ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസണ് മൾട്ടി ഓഡിയോ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കാണണമെന്ന് വിചാരിച്ചിരുന്നു, ഫസ്റ്റ് സീസൺ കാണണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാണാൻ സാധിച്ചില്ല. എന്തായാലും കണ്ടിട്ട് നിങ്ങൾ പോലെ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്, ഒരു റിവെഞ്ച് ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മാർഗഴി തിങ്കൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഈ ഒരു റിവെഞ്ച് ത്രില്ലർ മൂവി തമിഴ് സിനിമ രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു മലയാള സിനിമയാണ്, ഒരു കടത്ത് നാടൻ കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ നാളെ ഈവനിങ് 6 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ് ഈ ഒരു മലയാള സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അങ്ങനെയാണ് റിലീസ് ചെയ്യാറുള്ളത്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വിൻ്റർ ടൈഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ദ ഫ്രീലാൻസർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫാമിലി പ്ലാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV പ്ലസിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കല്യാണി പ്രിയദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശേഷം മൈക്കിൾ ഫാത്തിമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ലേബൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ് സീരീസാണ്, മൾട്ടി ലാംഗ്വേജിലാണ്. ഈ ഒരു സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്ട്രിബ്യൂട്ടർ ഹോട്ട്സ്റ്റാർ വഴി വരുന്നതാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിനുള്ളത്. നല്ലൊരു സീരീസാണ്. ഞാൻ ഈ ഒരു സീരീസ് കാണുന്ന എല്ലാ ആഴ്ചകളും ഓരോ എപ്പിസോഡുകളായതുകൊണ്ട് ഓരോ ആഴ്ചകളായിട്ട് എപ്പിസോഡുകൾ ഞാൻ കാണുന്നതാണ്. നല്ലൊരു സീരീസാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ടൊരു സീരീസാണ്. അപ്പോൾ ഡിസ്പ്ലേ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റിലീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനായിട്ടുള്ളത്. ചിലപ്പോൾ ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിനിക്സ് ആണ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഫിനിക്സ് എന്ന സിനിമ. അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമയുടെ OTT
റിലീസ് ആമസോൺ പ്രൈമിൽ നമുക്ക് ഇന്ന് രാത്രി 12 ശേഷം നമുക്കൊരു സർപ്രൈസ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരാമെന്നാണ് പിന്നെ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, OTT റിലീസ് ചെയ്ത കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ, അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ്. വർക്കിൻ്റെ കുറച്ച് തിരക്ക് കാരണം പിന്നെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ സിനിമയുടെയൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതാണ്. പിന്നെ നാളെ 15-ാം തീയതി വെള്ളിയാഴ്ച പിന്നെ 5ഓളം സിനിമകൾ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. കുറേ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ലിസ്റ്റ് നോക്കിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും